5 ഓഫർ ലെറ്റർ കിട്ടിയല്ലോ. അപ്പോൾ അതിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? UK ഇരുന്നുകൊണ്ടാണല്ലോ EIGനെ കോണ്ടാക്ട് ചെയ്തത്. അതൊരു ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ ഇല്ലാതെ. ഇപ്പോഴത്തെ കാലത്ത് കുറേ സ്കാമുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് EIGനെ ട്രസ്റ്റ് ചെയ്യാൻ കാരണം? ഹായ്, എൻ്റെ പേര് ദേവിക. ഞാൻ പെരുമ്പാവൂരിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ജർമ്മനിയിൽ ഫിലിപ്സ് യൂണിവേഴ്സിറ്റിയിൽ MSc സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. നവംബർ 10th പോവും. 5 ഓഫർ ലെറ്റർ കിട്ടിയല്ലോ. അപ്പോൾ അതിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? ഫസ്റ്റ് ആയിട്ട് നോക്കിയത് യൂണിവേഴ്സിറ്റീൻ്റെ റാങ്കിങ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ കിട്ടിയ യൂണിവേഴ്സിറ്റി കുറച്ചുകൂടെ ബെറ്റർ റാങ്കിങ് യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ ഞാൻ മുൻപ് പഠിച്ച കോഴ്സും ഇപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതാണ് ഇൻ ഫ്യൂച്ചർ. UK ഇരുന്നുകൊണ്ടാണല്ലോ EIGനെ കോണ്ടാക്ട് ചെയ്തത്. അതൊരു ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ ഇല്ലാതെ. ഇപ്പോഴത്തെ കാലത്ത് കുറേ സ്കാമുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് EIGനെ ട്രസ്റ്റ് ചെയ്യാൻ കാരണം? എങ്ങനെയാണ് EIGനെ പറ്റി അറിഞ്ഞത്? ഫസ്റ്റ് എനിക്ക് കുറേ റെഫറൻസ് കിട്ടിയിരുന്നു EIGനെ പറ്റിയിട്ട്. എൻ്റെ കൂടെ IELTS പഠിച്ച 2-3 പേര് EIG ത്രൂ ആണ് അവരുടെ പ്രോസസ്സിങ് എല്ലാം. പിന്നെ കുറേ പേര് പറഞ്ഞു വിസേൻ്റെ കാര്യമൊക്കെ ആണെന്നുണ്ടെങ്കിലും ഫാസ്റ്റ് പ്രോസസ്സിങ് ആണ്, എല്ലാം പേപ്പർ വർക്ക് എല്ലാം കുറച്ചുകൂടെ ബെറ്ററാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു 5-6 പേരുടെ അടുത്ത് റെഫറൻസ് ചോദിച്ചിട്ടാണ് EIGനെ